നിങ്ങളൊരു വീട്ടമ്മയാണോ? നിങ്ങൾക്ക് സ്വന്തമായി ഒരു ബിസിനസ് സംരംഭം തുടങ്ങുവാൻ ആഗ്രഹമുണ്ടോ? അതോ നിങ്ങൾ ഏതെങ്കിലും ഒരു അയൽക്കൂട്ടത്തിൻ്റെ ഭാഗമാണോ? ഇതൊന്നുമല്ല എങ്കിൽ നിങ്ങളുടെ അയൽക്കൂട്ടം വഴി ചെറിയ രീതിയിലുള്ള ബിസിനസ് സംരംഭം തുടങ്ങുവാൻ ആഗ്രഹമുണ്ടോ? ഇതിനെല്ലാം ഉള്ള ഒരു ഉത്തരമായിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത്. സ്വാഗതം ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ബ്രൈറ്റ് നാവിഗേറ്ററിലേക്ക്. ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത് സ്മാർട്ട് വെബിൻ, കൊച്ചി സ്മാർട്ടസ്റ്റ് IT പ്രൊവൈഡർ. സോ ഹിയർ യു ഗോ. വെൽ, ചെറിയ രീതിയിൽ നിങ്ങൾക്ക് തുടങ്ങുവാൻ സാധിക്കുന്ന ചില ബിസിനസ് ആശയങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത്. ബിസിനസ് ആശയങ്ങൾ എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിൽ ചിന്തിക്കുന്നത് ഇനി ആളെ പിടിക്കുന്ന പരിപാടിയാണോ, അതല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണോ, അല്ലെങ്കിൽ റെഫറൽ മാർക്കറ്റിംഗ് എന്നീ ഓമന പേരുകളിലുള്ള തട്ടിപ്പ് പ്രസ്ഥാനങ്ങളാണോ എന്നൊക്കെ പലരുടെയും മനസ്സിൽ ഒരു ചിന്ത വന്നേക്കാം. എന്നാൽ അങ്ങനെയുള്ള യാതൊരുവിധ കാര്യങ്ങളും ഞങ്ങൾക്ക് താല്പര്യമില്ല. അത്തരം കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കാനും ആഗ്രഹമില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ വെറും 300, 500, 1000 ഒക്കെ മുടക്കിക്കൊണ്ട് അതിൽ ഇരട്ടിയിലേറെ ലാഭങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്ന ചില ഐഡിയാസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പരിചയപ്പെടുവാനായിട്ട് പോകുന്നത്. ഒരു കാര്യം ആദ്യമേ പറയുകയാണ്, നമ്മുടെ ഈ ഒരു ബിസിനസ് ആശയങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ ലക്ഷ്യമിടുന്നത് ഏറ്റവും അധികം ഡിമാൻഡ് വരുന്ന ഏതാണ്? ഉയർന്ന ഗുണനിലവാരമുള്ള എന്നാൽ മിതമായ നിരക്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ബിസിനസ് സംരംഭങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ മുൻപിലുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വിപണിയിൽ ധാരാളം ബ്രാൻഡുകൾ നമുക്ക് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. പക്ഷെ അവിടെ നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ, സാധാരണക്കാരായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു വില അത് വളരെയധികം വെല്ലുവിളി ഉയർത്തുന്ന ഒന്ന് തന്നെയാണ്. സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ഹൈ ക്വാളിറ്റി, മിതമായ നിരക്ക്. അതിന് ഈ രണ്ട് ഫാക്ടേഴ്സും ഉൾക്കൊള്ളുന്ന രീതിയിൽ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പ്രൊഡക്ട്സ് കിട്ടുമോ എന്നുള്ളതാണ്. സോ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒട്ടും സമയം കളയുന്നില്ല. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് സ്വയമേ ചെയ്യുവാൻ സാധിക്കുന്ന 20 ബിസിനസ് സംരംഭങ്ങളെ കുറിച്ചിട്ടാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. സോ നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് പറയുന്നത് സോപ്പ് നിർമ്മാണമാണ്. സോപ്പ് നിർമ്മാണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം, ഇനി അലക്കുന്ന സോപ്പാണോ അതോ കുളിക്കുന്ന സോപ്പാണോ എന്നുള്ളത്. ഞാൻ ആദ്യം പറയുന്നത് നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പിനെ കുറിച്ചിട്ടാണ്. നമുക്ക് തന്നെ കാണാൻ സാധിക്കും പല ഷേപ്പിലുള്ള, പല നിറങ്ങളിലുള്ള, പല മണങ്ങളിലുള്ള സോപ്പുകൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സോപ്പുകളാണ്. ട്രാൻസ്പെറൻറ്റ് സോപ്പുകൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരേ ഒരു സോപ്പാണ് പിയേഴ്സ് അല്ലേ? അപ്പോൾ നമുക്ക് ഈ സോപ്പ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ട്രെയിനിങ് നമുക്ക് ലഭ്യമാണ്. ഓൺലൈനിലൂടെ നമുക്ക് ട്രെയിനിങ് ലഭ്യമാണ്. ഈ ഒരു ട്രെയിനിങ്ങിന് 300 രൂപ ആകെ ആവുന്നുള്ളൂ. ആ ഒരു ബേസിക് ട്രെയിനിങ്ങിന് ശേഷം നമുക്ക് സോപ്പ് നിർമ്മാണം സ്വയമേ നടത്താൻ പറ്റും. പല ഷേപ്പിൽ, അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള കളേഴ്സ് അപ്ലൈ ചെയ്യാം. നമുക്ക് ഏത് ഫ്ലേവർ വേണം ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. സോ നമുക്ക് നോക്കുമ്പോൾ വിപണിയിൽ വളരെയധികം ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഈ സോപ്പ് നിർമ്മാണം എന്ന് പറയുന്നത്. പക്ഷേ ഉയർന്ന ഗുണനിലവാരമുള്ള അല്ലെങ്കിൽ ഒരു മിതമായ നിരക്കിൽ നമ്മളുടെ പ്രൊഡക്ട്സ് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് ശോഭിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് സോപ്പ് നിർമ്മാണത്തെക്കുറിച്ച് പറയുവാനായിട്ട് ഉള്ളത്. അപ്പോൾ സോപ്പ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ട്രെയിനിങ്ങിന് ശേഷം നമുക്ക് സ്വയമേ ചെയ്യാൻ പറ്റും. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റോ മെറ്റീരിയൽസ് നമുക്ക് പാഴ്സലായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഉയർന്ന ഗുണനിലവാരമുള്ള രീതിയിൽ എന്നാൽ മിതമായ നിരക്കിൽ മാർക്കറ്റിലുള്ള വിലയെക്കാട്ടും കുറച്ചുകൂടെ വില കുറച്ച് കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ കസ്റ്റമേഴ്സ് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുകയും അതിലൂടെ നമ്മളുടെ ബിസിനസ് മെച്ചപ്പെടുത്തുവാനും സാധിക്കും. സോ ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിൽ പറഞ്ഞ കാര്യം തന്നെ പറയാണ്, വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ ആവുന്നുള്ളൂ. പക്ഷേ ഇതിൽ പറയുന്ന ഓരോ ബിസിനസ് ആശയങ്ങളിലും നമ്മൾ മുടക്കുന്ന ആ 1% ഇൻവെസ്റ്റ്മെന്റേ ഉള്ളൂ ആ ഒരു മെറ്റീരിയൽ കോസ്റ്റ്. പക്ഷേ അതിൻ്റെ ഇരട്ടിയിലേറെ, 50, 100 ഇരട്ടിയിലേറെ നമുക്ക് ലാഭങ്ങൾ കൊയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സോപ്പ് നിർമ്മാണത്തെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു.
രണ്ടാമത് പറയുന്നത് മെഴുകുതിരി നിർമ്മാണമാണ്. ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ ഫേസ്ബുക്ക് നോക്കിയപ്പോൾ കണ്ടു ഇങ്ങനെ മെഴുകുതിരി നിർമ്മാണത്തിന് അവർ ഫ്രീ ആയിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കണ്ടു. അപ്പോൾ നമുക്ക് ഒരു നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അവിടെയും ഒരു ഏകദേശം 300 രൂപയോളം ട്രെയിനിങ് അവർ ട്രെയിനിങ് ഫീസായിട്ട് ഈടാക്കുന്നുണ്ട്. പിന്നെ അവർ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ തരുമെങ്കിലും നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട അച്ചുകൾ നമുക്ക് ആവശ്യമാണ്. നമുക്ക് തന്നെ അറിയാം, സിലിണ്ടറിക്കൽ ഷേപ്പിലുണ്ട്, അതുപോലെ തന്നെ സ്പൈറൽ ഷേപ്പിലുണ്ട്. പല ഷേപ്പിൽ ഇന്ന് നമുക്ക് മെഴുകുതിരി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട അച്ചുകൾ നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസിൽ നമുക്ക് ലഭ്യമാണ്. അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കളേഴ്സ് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഏത് ഷേപ്പ് ഇതൊക്കെ നമുക്ക് തന്നെ തീരുമാനിക്കാം. അതോടൊപ്പം നമുക്ക് ക്രിയാത്മകമായ ആശയങ്ങൾ അല്ലെങ്കിൽ ഒരു ഡിസൈൻ ലെവലിൽ നമുക്ക് ഇതിന് ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് നമുക്ക് പ്രൊഡക്ട്സ് എത്തിച്ച് ലാഭങ്ങൾ കൊയ്യുവാനായിട്ട് സാധിക്കും. അടുത്ത് പറയാൻ പോകുന്നത് നമ്മുടെ ഗ്ലാസ് ക്ലീനറാണ്. പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ വീടുകളിലെ ജനാല തുടയ്ക്കുവാനും അല്ലെങ്കിൽ നമ്മുടെ കാറിൻ്റെ മിറർ തുടയ്ക്കാനും ഒന്നും വേണ്ട, നമ്മുടെ അലമാരയുടെ ആ ഒരു ചില്ല് തുടയ്ക്കാനും ഒക്കെ നമ്മൾ പലപ്പോഴും ഒരു ഗ്ലാസ് ലിക്വിഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഗ്ലാസ് ക്ലീനർ അപ്പോൾ അതിനും ഈ പറഞ്ഞ പോലെ തന്നെ ട്രെയിനിങ് 300 രൂപയോളം വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്വയമേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ ഫിനൈൽ നിർമ്മാണം. അത് നമുക്കറിയാവുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഫ്ലോറൊക്കെ തുടയ്ക്കാനായിട്ട് നമ്മൾ ഫിനൈൽ യൂസ് ചെയ്യാറുണ്ട്. അതിന് നമുക്ക് 300 രൂപ ഏകദേശം ട്രെയിനിങ് ഫീ ആയിട്ട് ആവുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് തന്നെ സ്വന്തമായ രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഫിനൈലിൽ തന്നെ നമുക്ക് കാണാൻ പല പല കളേഴ്സ് ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര കോമ്പറ്റീഷനാണ് മാർക്കറ്റിൽ. നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു പ്രൊഡക്റ്റ് നല്ല ഉയർന്ന ഗുണനിലവാരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആവശ്യക്കാർ നമ്മളെ തന്നെ തേടി വരുന്നതാണ്. അഞ്ചാമത്തത് നമ്മുടെ ലിക്വിഡ് ബ്ലൂ മേക്കിംഗ് ആണ്. അതായത് നീലം. നമ്മൾ പലപ്പോഴും പ്രത്യേകിച്ചും വെള്ള വസ്ത്രങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് നീലമൊക്കെ മുക്കാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ആ ഒരു ചിത്രം ഉജാല തന്നെയാണ്. കാരണം ഉജാല ഇല്ലാത്ത ഒരു വീടും കാണില്ല. അപ്പോൾ ഇതും നമുക്ക് ഒരു ചെറിയൊരു മുതൽ മുടക്കിൽ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സംരംഭമാണ് ലിക്വിഡ് ബ്ലൂ മേക്കിംഗ് എന്ന് പറയുന്നത്. ഇതിനും നമുക്ക് ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ് നമുക്ക് ലഭ്യമാണ്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു രീതിയിലേക്ക് ബിസിനസ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഒരു ചെറിയൊരു ഇത് മുതൽ മുടക്കേ നമുക്ക് വരുന്നുള്ളൂ. പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാത്തതിനപ്പുറം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രോഫിറ്റ് നമുക്ക് ഇതിലൂടെ കൈവരിക്കാനായിട്ട് സാധിക്കും. പിന്നെ പറയുന്നത് അഗർബത്തി മേക്കിംഗ് ആണ്. ആറാമത് അഗർബത്തി എന്ന് പറയുമ്പോൾ അറിയാലോ, ചന്ദനത്തിരികളാണ്. അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ബേസിക് ആയിട്ട് ട്രെയിനിങ് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഏത് വലിപ്പം വേണം, ഏത് മണം അതിന് അപ്ലൈ അറിയാലോ. നമുക്ക് ഒരു ചന്ദനത്തിരി മണക്കുമ്പോൾ തന്നെ പല പല മണങ്ങളും നമുക്ക് വേണ്ട. ചിലപ്പോൾ മുല്ലപ്പൂ, അങ്ങനെ പല പല ഫ്ലേവേഴ്സ് ഉണ്ട് അല്ലേ. അപ്പം ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അഗർബത്തി നമുക്ക് മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഏഴാമത് പറയുന്നത് ടോയ്ലറ്റ് ക്ലീനേഴ്സാണ്. നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന കുറച്ച് ടോയ്ലറ്റ് ക്ലീനേഴ്സ് ഉണ്ട്. സാനി ഫ്രഷ്, ഹാർപ്പിക്ക് അല്ലേ. അപ്പോൾ ഇതും നമുക്ക് സ്വയമേ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു ചെറിയൊരു ബോട്ടിൽ ഹാർപ്പിക്കിന് തന്നെ നല്ല വിലയാണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് സ്വയം ഉണ്ടാക്കിക്കൂടാ? എന്തുകൊണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പ്രൊഡക്റ്റ് മറ്റുള്ളവർക്ക് എത്തിക്കാൻ സാധിച്ചുകൂടാ? ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതുപോലെ ഡിഷ് വാഷ് അറിയാലോ, വിം പോലുള്ള ഡിഷ് വാഷ്. പലപ്പോഴും എൻ്റെ മദർ തന്നെ പലപ്പോഴും പരാതി പറയുന്നൊരു കാര്യമാണ്, പാത്രം കഴുകുന്നത് കൈയുടെ ഇടയിലെല്ലാം ഇങ്ങനെ പൊട്ടുന്നുണ്ട് എന്നുള്ളത്. അത് ചിലർക്ക് അത്തരം ഡിഷ് വാഷ് ബാറുകൾ അവരുടെ കൈക്കത് പിടിക്കാതെ വരും. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടേതായിട്ടുള്ള തനതായ രീതിയിൽ നമുക്ക് വികസിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇതിനും നല്ല ഡിമാൻഡുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. അടുത്ത് പറയാൻ പോകുന്നത് ഒമ്പതാമത്തെയാണ് ഹാൻഡ് വാഷുകൾ. ഹാൻഡ് വാഷ് ഉപയോഗിക്കാത്തവർ ആരാ ഉള്ളത് അല്ലേ. നമ്മൾ എവിടെ പോയാലും നമ്മൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ വാഷ് ബേസിന് പോയിട്ട് നമ്മൾ ഹാൻഡ് വാഷ് നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. അത് ലൈഫ് ബോയ് ആയിക്കോട്ടെ, ഡെറ്റോൾ ആയിക്കോട്ടെ, ഇങ്ങനെ പല രീതിയിലുള്ള ഹാൻഡ് വാഷുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. പക്ഷേ അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര കോമ്പറ്റീഷനാണ്, നല്ല വില വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും കുറഞ്ഞത് ഒരു ഹാൻഡ് വാഷ് വാങ്ങുമ്പോൾ തന്നെ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും. ഇത് നമുക്ക് സ്വന്തമായ രീതിയിൽ നമുക്ക് വികസിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. സോ ഇതും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു
എന്താ പറയുക, നല്ലൊരു ബിസിനസ്സാണ്. ഇനി പറയാൻ പോകുന്ന ഫ്ലോർ ക്ലീനറാണ്. ഞാൻ കുറച്ച് മുൻപേ ഫിനൈൽ മേക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ ഫിനൈൽ മേക്കിംഗ് നമ്മൾ ഫ്ലോർ തുടക്കാൻ ഉപയോഗിക്കുന്ന നമ്മൾ ലോഷൻ പോലെ യൂസ് ചെയ്യുന്ന സാധനമാണ്. ഫ്ലോർ ക്ലീനേഴ്സ് വേറെ ഉണ്ട്. നമ്മൾ ഹാർപ്പിക്കിലൊക്കെ തന്നെ കാണാൻ പറ്റും, ബാത്റൂം ക്ലീനേഴ്സ് അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ ഉണ്ടാവും. അതുപോലെ ഓരോ ബ്രാൻഡിനും അതായത് ഫ്ലോർ ക്ലീനേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെയും ഈ പറഞ്ഞതുപോലെ തന്നെ നല്ല ഡിമാൻഡുള്ളൊരു പ്രൊഡക്റ്റാണ്. പ്രത്യേകിച്ച് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പോലെയുള്ള തട്ടിപ്പ് പ്രസ്ഥാനങ്ങൾ ഇത്തരം വിഭാഗങ്ങളെ അത് മുതലെടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഭയങ്കര കോമ്പറ്റീഷൻസിൽ അവർ വിൽക്കുന്നുണ്ട്. അവിടെയും നല്ല ഭീമമായ തുക തന്നെയാണ് വന്നത്. നമുക്ക് അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് തന്നെ വികസിപ്പിച്ചെടുത്ത് ഒരു ഉയർന്ന ഗുണനിലവാരമുള്ള എന്നാൽ മിതമായ നിരക്കിൽ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതാണ്. 11th വൺ എന്ന് പറയുന്നത് സോപ്പ് ഓയിൽ മേക്കിംഗ് ആണ്. സോപ്പ് ഓയിൽ മേക്കിംഗ് എന്തിനു വേണ്ടി ഉപയോഗിക്കാം? ഈ പാത്രങ്ങളിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും ഫുഡുകൾ അല്ലേ, അതുപോലെ തന്നെ ഓയില്, ഗ്രീസ്, ഇങ്ങനെയുള്ള പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സോപ്പ് ഓയിൽ എന്ന് പറഞ്ഞാൽ. ഇതും ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ. കാരണം നമ്മൾ ഒന്നുമില്ലെങ്കിലും നമ്മൾ ചിലപ്പം സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ പോകുമ്പോൾ അവിടെയും കാണാൻ പല ബ്രാൻഡിലുള്ള ഇത് കാണാൻ പറ്റും. ഇത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമ്പർ 12, ഇത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് നമ്മൾ നിത്യേന ഉപയോഗിച്ചിട്ടുള്ള ഒരു സാധനമാണ് സാനിറ്റൈസർ എന്ന് പറയുന്നത്. നമുക്ക് തന്നെ അറിയാം, ഒരു 50 മില്ലി അല്ലെങ്കിൽ 10 മില്ലി സാനിറ്റൈസറിന് എത്ര രൂപ നമ്മൾ മുടക്കി എന്നുള്ളത്. ഏകദേശം ഒരു 2 വർഷത്തോളമായിട്ട് നമ്മൾ നല്ലൊരു തുക ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ചില കടകളിൽ നമ്മൾ പോകുമ്പോൾ കാണാൻ പറ്റും സാനിറ്റൈസർ ലൂസായിട്ട് അതുപോലെ തന്നെ കണ്ടെയ്നറിൽ അല്ലെങ്കിൽ ക്യാനിലൊക്കെ കൊടുക്കുന്നുണ്ട്. അത് 1 ലിറ്റർ 500ഉം 300ഉം ഒക്കെ പല രീതിയിൽ അവർ അതിൻ്റെ നിരക്കുകൾ അവകാശപ്പെടുമ്പോൾ ഇത് എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ? ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബിസിനസ്സാണ്. ഇപ്പോഴും ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അധികം ഡിമാൻഡ് പോകുന്ന ഒരു പ്രൊഡക്റ്റാണ് സാനിറ്റൈസേഴ്സ് എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു നൂതനമായ ഒരു ബിസിനസ് സംരംഭമാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലിക്വിഡ് ഡിറ്റർജൻസും അതുപോലെ തന്നെ ഫാബ്രിക് കണ്ടീഷണേഴ്സും 13, 14. ലിക്വിഡ് ഡിറ്റർജൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുപോലെ ഫാബ്രിക് കണ്ടീഷണർ, കംഫർട്ടബിൾ ഫാബ്രിക് കണ്ടീഷണേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. കാരണം കുറച്ചുകൂടെ ഒന്ന് കുറച്ച് സ്റ്റിഫായിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മൾ പലപ്പോഴും ഫാബ്രിക് കണ്ടീഷണേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് തന്നെ അറിയാൻ പറ്റും നല്ല റേറ്റാണ് ഇതിന്. ഒരു കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരി എന്താ പറയുക, ഒരു കുഞ്ഞ് ഒരു സിറപ്പിൻ്റെയൊക്കെ ബോട്ടിലായിരിക്കും. പക്ഷേ എങ്കിൽ പോലും നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ ഉള്ള ഒരു മേഖല തന്നെയാണ് ഈ ഫാബ്രിക് കണ്ടീഷണർ എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയയിൽ. ആൻഡ് നമ്പർ 15, വാഷിംഗ് സോപ്പുകൾ. നമുക്ക് തന്നെ അറിയാം, ചെക്ക്, അതുപോലെ തന്നെ സൺലൈറ്റ്, ഇങ്ങനെയുള്ള ധാരാളം വാഷിംഗ് സോപ്പുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അവിടെ ഈ പറഞ്ഞാൽ പലരും പറയും, അയ്യോ എനിക്ക് ഈ സോപ്പ് പിടിക്കണം, എൻ്റെ കൈ പൊട്ടുകയാണ് അല്ലെങ്കിൽ കൈ ഊത്തലെടുക്കുകയാണ് എന്നൊക്കെ പല രീതിയിൽ അവർ കംപ്ലയിൻറ്റ്സ് പറയാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാർ തന്നെ എപ്പോഴെങ്കിലും ഒക്കെ പരാതി പറയും. എൻ്റെ മദർ ഇടയ്ക്ക് പറയാറുണ്ട്, എടാ സോപ്പ് എനിക്ക് പിടിക്കുന്നില്ല എന്ന് പറയും. അല്ലെങ്കിൽ കടയിൽ പോകുമ്പോൾ പറയും, എടാ നീ ആ സോപ്പ് വാങ്ങിക്കരുത് കാരണം അത് എനിക്ക് കൈക്ക് പിടിക്കില്ല എന്ന് പറയാറുണ്ട്. ഇത് നമുക്ക് സ്വന്തമായ രീതിയിൽ നമുക്ക് വികസിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ സോപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, സോപ്പ് അതിൻ്റെ അനുസരിച്ചുള്ള ട്രേയും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കേണ്ടി വരും. 16ാമത്തെ സംഭവം പേപ്പർ ബാഗ്സ് ആണ്. ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും, ഗവൺമെൻറ് അധികാരികൾ പല സ്ഥലങ്ങളിലും പ്ലാസ്റ്റിക് നിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമ്മൾ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ പോകുമ്പം അവർ ക്യാരി ബാഗ്സിനൊക്കെ അമിതമായിട്ടുള്ള ചാർജുകൾ ഈടാക്കുന്നത്. എന്തുകൊണ്ട് നമുക്കിത് നമ്മുടെ വീടുകളിൽ വികസിപ്പിച്ചുകൂടാം? ഞാൻ പണ്ടൊക്കെ നമ്മുടെ പത്രം വെച്ചിട്ട് ഞാൻ ഈ കൂട് ഒട്ടിച്ച് എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിലുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ തൊട്ടടുത്ത വീടുകളിലൊക്കെ അവരിങ്ങനെ കൂട്ടത്തോടെ ഒരു ഭാര്യയും ഭർത്താവും അതുപോലെ തന്നെ മക്കളും ഒക്കെ ഇരുന്നുകൊണ്ട് പത്രക്കടലാസ് കൊണ്ട് കൂടുകൾ ഒട്ടിച്ച് അവർ കടകളിൽ കൊണ്ട് കൊടുത്ത് അത് തൂക്കി വിറ്റ് പൈസ വാങ്ങിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അതിൽ തന്നെ നമുക്ക് വള്ളി പിടിപ്പിക്കുകയാണ്. നമുക്ക് ക്യാരി ബാഗ് നമുക്ക് കൊണ്ടുപോകാം. കാണാൻ പറ്റും, നമ്മൾ ഒന്നും വേണ്ട, നമ്മളൊരു തുണിക്കടയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴും കാണാം ഒരു പേപ്പറിൻ്റെ ഒരു ക്യാരി ബാഗ് അല്ലേ. അത്രത്തോളം ഡിമാൻഡ് ഇന്ന് ഈ ഒരു മേഖലയ്ക്ക് വന്നു കഴിഞ്ഞു. ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. റോ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇതൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു സാധനം പോലും നമുക്ക് കിട്ടാത്തതില്ല. അപ്പം ഇത് നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് സംരംഭമാണ്. ഇനി പറയുന്നത് 17 ടോയ്ലറ്റ് സോപ്പുകളാണ്, 18 വാഷിംഗ് ഡിറ്റർജൻസ് ആണ്. ഇതിനും നമുക്ക് ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ് നമുക്ക് കിട്ടുന്നതാണ്. അതനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റു രീതിയിലേക്ക് നമുക്ക് കാര്യങ്ങൾ നമുക്ക് നീക്കാനായിട്ട് സാധിക്കും.
ആൻഡ് 19th വൺ, കാർ ഷാംപൂ. എൻ്റെ വീട്ടിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീട്ടിലെ കാർ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെന്നെങ്കിൽ അതിന് അധികം ക്വാണ്ടിറ്റി ഒന്നുമില്ല, എന്താ 10 രൂപ 20 രൂപ മറ്റോ, എനിക്ക് റേറ്റ് കറക്റ്റ് ഓർമ്മയില്ല. ഇതും സാഷ രൂപത്തിലുണ്ട്, ബോട്ടിൽ രൂപത്തിലുണ്ട്. ബോട്ടിൽ തന്നെ പല പല ക്വാണ്ടിറ്റീസിലുണ്ട്. എന്തുകൊണ്ടാണ് നമുക്കിത് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കാത്തത്? കാരണം നമുക്ക് അതേക്കുറിച്ചൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ഐഡിയ കൈവരിക്കാൻ സാധിച്ചാൽ തീർച്ചയായും നമുക്കും ഈ ഒരു കാർ ഷാംപൂ മേക്കിങ്ങിൽ നമുക്ക് ശോഭിക്കാൻ സാധിക്കും. നമുക്ക് ഇതിനായിട്ടുള്ള ബേസിക് ട്രെയിനിങ് ലഭ്യമാണ്. പിന്നെ ഒബ്വിയസ്ലി അതിൻ്റെ റോ മെറ്റീരിയൽസിന് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. എങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ബിസിനസ് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. വളരെയധികം ഡിമാൻഡുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കാർ ഷാംപൂ എന്ന് പറയുന്നത്. ഒടുവിൽ നമ്മൾ പറയുന്നതാണ് എന്ത്? നമ്മുടെ കാറിൽ യൂസ് ചെയ്യുന്ന പെർഫ്യൂംസ്. നമ്മൾ ഒരിക്കലെങ്കിലും നമ്മുടെ ആയിക്കോട്ടെ വേറെ ആരെങ്കിലും കാറിലായിക്കോട്ടെ കയറുമ്പോൾ തന്നെ നല്ല ഒരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. മുല്ലപ്പൂവാം, അല്ലെങ്കിൽ മറ്റ് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്ലേവേഴ്സ് ആവാം. നമ്മൾ പലപ്പോഴും ഇതിന് നമ്മൾ ഒരു തുക കൊടുക്കാറുണ്ടല്ലേ. നമ്മൾ എന്താ പറയുക, കൂടുതൽ നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു ഫ്രാഗ്രൻസ് തേടിയായിരിക്കും നമ്മൾ ഈ ഒരു വസ്തു നമ്മൾ വാങ്ങിക്കുക. ഇത് നമുക്ക് സ്വയമേ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. നല്ല വിലയുള്ളതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. നല്ല ഡിമാൻഡുള്ള ഒരു ഉൽപ്പന്നം തന്നെയാണ് നമ്മൾ കാറിൽ യൂസ് ചെയ്യുന്ന പെർഫ്യൂംസ് എന്ന് പറയുന്നത്. എങ്കിലും നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ട്രെയിനിങ് ലഭിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ശോഭിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ 20 കൂട്ടം ബിസിനസ് ആശയങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പം നിങ്ങൾക്കിത് തീരുമാനിക്കാം, ഈ 20 എണ്ണത്തിൽ ഏതാണ് നിങ്ങൾക്ക് അനുയോജ്യമായി തോന്നുന്നത് എന്നുള്ളത്. ചിലപ്പോൾ പേപ്പർ ബാഗ് മേക്കിംഗ് ആവാം, അല്ലെങ്കിൽ ഫ്ലോർ ക്ലീനേഴ്സ് ആവാം, ടോയ്ലറ്റ് സോപ്സ് ആവാം, ടോയ്ലറ്റ് ക്ലീനേഴ്സ് ആവാം, സോപ്പ് മേക്കിംഗ് ആവാം. അങ്ങനെ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ, ഈ ഒരു പുതുമയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒറ്റയ്ക്കോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സായിട്ട് ചേർന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ അയൽക്കൂട്ടങ്ങൾ വഴിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ്സിൽ ഭാഗമാകാവുന്നതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. നിങ്ങൾ മുടക്കുന്ന ആ 1% നിന്നും നിങ്ങൾക്ക് നല്ലൊരു രീതിയിലുള്ള ഒരു ബിസിനസ് നിങ്ങൾക്ക് കൈവരിക്കാനായിട്ട് സാധിക്കും. പിന്നെ അതോടൊപ്പം തന്നെ നല്ല ക്ഷമയും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുള്ളൂ. ക്ഷമ, കഠിന പ്രയത്നം, അതോടൊപ്പം തന്നെ നമ്മുടെ എഫേർട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ട് കാണുമെങ്കിൽ. അതുപോലെ കമൻറ്റുകൾ രേഖപ്പെടുത്തിയാൽ വളരെ സന്തോഷം. കാരണം ഞങ്ങൾക്ക് ഇനി ഏതൊക്കെ രീതിയിൽ ഞങ്ങളുടെ ഓരോ വീഡിയോകളും മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നതും ഞങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സഹായിക്കുന്നതാണ്. അടുത്ത ദിവസം മറ്റൊരു പുതുമയുള്ള വിഷയങ്ങളായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇത് ബ്രൈറ്റ് നാവിഗേറ്റർ നിങ്ങൾക്കായിട്ട് സമർപ്പിച്ചത് സ്മാർട്ട് വെബിൻ കൊച്ചി. ബൈ.